ബിഗ് ബോസ് ഹൗസിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു പെട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസിന് അറിയാം ഇന്ന് എല്ലാവരും വരുമെന്ന്. ആ പെട്ടി വന്ന ഉടനെ എല്ലാവരും കൂടെ ചേർന്ന് ആ പെട്ടി പൊട്ടിച്ച് ആ തുണികളെല്ലാം പുറത്തെടുക്കുകയാണ്. എന്നിട്ട് ഓരോരുത്തരുടെ പേര് പറയുകയാണ്. ഇതേതോ ചെറിയ മനുഷ്യൻ്റെയാണ്. ഇവർ ഗബ്രിയുടെ പേരും അഖിൽമാരാറിൻ്റെ പേരും ഒക്കെയാണ് കേട്ടോ പറയുന്നത്. ഇവർക്ക് അത്ര ബോധമില്ലേ? ഈ സീസണിലെ ആൾക്കാർ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ഒരിക്കലും പഴയ സീസണിലെ ആൾക്കാർ ഇവിടെ വരത്തില്ല ഫിനാലെ സമയത്ത്. എന്തായാലും ഇവർ പറയുകയാണ് ഗബ്രിയുടെ ആണോ, ഗബ്രി അല്ലേ ഷോട്ട്, ആര്യൻ്റെ ആണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നത് ഗബ്രി ഇത്ര ഷോർട്ടല്ല, അല്ല ഇത്രയും വലുതല്ല. അപ്പം നമ്മുടെ നെവിൻ ചോദിക്കുന്നുണ്ട് നീ എന്താ അളന്ന് നോക്കിയിട്ടുണ്ടോന്ന്. അങ്ങനെ കളിയാക്കലൊക്കെ ആയിരുന്നു. ലാസ്റ്റ് അവർ കൺഫെഷൻ റൂമിൻ്റെ അവിടെ പോയി നോക്കുന്നു. എല്ലായിടത്തും പോയി തപ്പുകയാണ് ആരാണ് വരുന്നതെന്ന്. ലാസ്റ്റിൽ ഒരു പാട്ടിട്ടു, നമ്മുടെ പെരിസ് ആ പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ മാരിക്കത്തെ പാട്ടിട്ടിട്ട് ആ സെൻറ്ററായിട്ട് നമ്മുടെ അപ്പാനിശ്വരത്താണ് കയറി വരുന്നത്. അപ്പാനിശ്വരത്ത് കയറി വരുമ്പം എല്ലാവരും കൂടെ ഓടി നമ്മുടെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ വിട്ട് ചെല്ലുന്നുണ്ട്. എല്ലാവരും കൂടെ ഭയങ്കര ഡാൻസൊക്കെ കളിച്ചാണ് നമ്മുടെ അപ്പാനിയെ ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി കൊടുത്തത്. ഒരാൾ മാത്രം ഒരു മൈൻഡും കൂടാതെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആരാണെന്നറിയോ? നമ്മുടെ ഷാനവാസിക്കൊക്കെ. പുള്ളിക്ക് എന്താണ് കുഴപ്പം? എല്ലാവരും പുറത്ത് പോയി ഗെയിമൊക്കെ വിട്ടിട്ട് പോയി അവർ തിരിച്ച് വന്നു. അവരെ നല്ല രീതിക്ക് സ്വീകരിക്കണ്ടേ? പുള്ളിയാണെങ്കിൽ ഒരു മൈൻഡും കൂടാതെ ഒന്ന് എഴുന്നേൽക്കുക പോലും ചെയ്യാതെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. എല്ലാവരും പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അനുമോൾ വെള്ളം കൊടുക്കുന്നുണ്ട്. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടെ എന്നൊക്കെ. അപ്പാനി പറയുകയാണ് എല്ലാവരും ഈക്വലി ഗുഡാണ്, ഒരാൾ പോലും മോശം പറയാനില്ല, എല്ലാവരും ജയിച്ചവരാണ്, ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഒരേപോലെയാണ് എന്നൊക്കെ അപ്പാനി പറഞ്ഞ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ അപ്പാനി പറയുന്നുണ്ട് ഞാനിവിടെ എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കുമായിരുന്നു എനിക്കിന്ന് ഷൂട്ടുണ്ട്, എന്നാണ് ഞാൻ റീ എൻട്രി ചെയ്യേണ്ടതെന്ന് ബിഗ് ബോസിനെ വിളിച്ച് എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് അപ്പാനി പറയുന്നത്. പിന്നെ എല്ലാവരുടെയും ഗെയിമിനെ കുറിച്ചൊക്കെ അപ്പാനി പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ മാറി ഷാനവാസ് ഭയങ്കര ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ആയി. എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളാരും ഇനി ഇപ്പോൾ ഈ ഗെയിമൊന്നും പറഞ്ഞിട്ട് ആരെയും മോശക്കാരാക്കാനോ കരിവാരത്തേക്കാനോ ഒന്നും പോകത്തില്ല, നമ്മൾ പുറത്തിറങ്ങി നല്ല സുഹൃത്തുക്കളായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും കൂടെ വട്ടത്തിൽ കൂട്ടുന്നത് സംസാരിക്കുന്നുണ്ട്. ഷാനവാസ് മാത്രം മാറിയിരിക്കുന്നത് ഷാനവാസിനെ അങ്ങോട്ട് ചെന്ന് പോയിട്ട് പൂജിച്ച് കൈതൊഴുത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും അതൊരു മോശം ആക്റ്റായിട്ട് ബിഹേവിയറായിട്ട് എനിക്ക് തോന്നി.